ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. രാവിലെ 3:30 അപ്പോൾ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഏറ്റുമാനൂരപ്പനെ കാണാൻ വേണ്ടി പോവാണ്, അങ്ങ് കോട്ടയത്ത്. അപ്പോൾ അതിന് ഞാൻ മാത്രമല്ല, നമ്മുടെ ഫാമിലി ഉണ്ട്, അതുപോലെ ഓഫീസിലെ സ്റ്റാഫുമായിട്ട് ചേർന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു വാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാൻ രാവിലെ വരുന്നുണ്ട്. 4 മണി 4:15 ആയപ്പോൾ വാനിലോട്ട് നമ്മൾ കയറി. നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു, നല്ല വൈബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് കയറിയ അമ്പലം. മനസ്സിലായി കാണും, നമ്മുടെ ആറ്റുകാലമ്മയാണ്. അപ്പോൾ ദേവിയെ നല്ല രീതിക്ക് തൊഴുത് അവിടെ നിന്ന് കഴിഞ്ഞ് പഴവങ്ങാടി കയറി. അത് കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കാൻ നിർത്തിയാണ്. നമ്മുടെ വാനിലെല്ലാവരും ചായപ്രേമികളാണ്. ദെൻ നമ്മൾ പോയത് കൊട്ടാരക്കരയാണ്. അപ്പോൾ ഏറ്റുമാനൂർ പോകുന്ന വഴിക്കുള്ള മെയിൻ അമ്പലങ്ങളിലൊക്കെ നമ്മൾ നിർത്തും. അപ്പോൾ ഇത് കൊട്ടാരക്കരയെ നിർത്തി. അവിടെ നിന്ന് എല്ലാം തൊഴുത്. ഇതാണ് നമ്മളെ ടീം, നമ്മളെ ബാച്ച്. ഇത് തന്നെ, ഇത് നമ്മളെ ഡ്രൈവർ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ഓഫീസിലെ സ്റ്റാഫ്, ഡ്രൈവർ ചേട്ടൻ, നമ്മൾ. ഇനി നമ്മൾ നേരെ പോയത് പന്തളം അയ്യപ്പനെ കാണാനാണ്. അത് അയ്യപ്പൻ കളിച്ച് വളർന്ന സ്ഥലത്ത് പോയി അയ്യപ്പനെ കണ്ട് അത് കഴിഞ്ഞ് തൊട്ടടുത്തൊരു ആറുണ്ട്. നമ്മൾ നേരെ ആറ് കാണാനാണ് പോയത്. അപ്പോൾ ആറിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല പരന്ന് വിശാലമായി ഒഴുകുന്ന നല്ല ആറിനെ കണ്ടുകൊണ്ട് നിൽക്കാനേ തോന്നത്തുള്ളൂ. ഇത് നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ്, വീടിനടുത്തുള്ള ഒരു ഡ്രൈവർ ചേട്ടനാണ്. അതാണ് ആറിൻ്റെ 2 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഫോട്ടോസ് കണ്ടിട്ട് പറയണം കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത്. വലിയ ഫോട്ടോഗ്രാഫർ ഒന്നും അല്ല, അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫോട്ടോസൊക്കെ എടുക്കും. ഓക്കെ, അറിയാമല്ലോ എന്നെ പറ്റി, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ദെൻ നമ്മൾ നേരെ പോയത് പാർത്ഥസാരഥി ക്ഷേത്രമാണ്. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. ഇവിടെ പോകുമ്പോൾ തന്നെ നല്ലൊരു ഫീലായിരുന്നു. ശരിക്കും ഇവിടെ എത്താൻ പറ്റുമെന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. മെയിൻ ഏറ്റുമാനൂരാണ്, പക്ഷേ ഇടയ്ക്കുള്ള അമ്പലങ്ങളിലൊക്കെ നിർത്തണമെന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആറന്മുളയിൽ കയറി. അപ്പോൾ നോക്കിയപ്പോൾ ആറന്മുളയിൽ നല്ല തിരക്കുണ്ട്. ഇന്ന് 15 വള്ളങ്ങളെ സദ്യ ഉണ്ടായിരുന്നു, 15 വള്ളസദ്യ ഉണ്ടായിരുന്നു. നമുക്ക് വള്ളസദ്യ കിട്ടി. അത് പാർട്ട് 2 ആഡ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായും കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയപ്പോൾ ഒരു ക്യൂ. ഞാൻ വിചാരിച്ചു ഇനി സദ്യ കഴിക്കാനുള്ള ക്യൂ ആണോ? അല്ല, ഭഗവാനെ കാണാനുള്ള ക്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞാനും അങ്ങനെ ക്യൂവിൽ നിന്ന് അവസാനം ഭഗവാന്റെ അടുത്തെത്തി.